നമസ്കാരം. LDC +2 ഡിഗ്രി ലെവൽ എന്നീ PSC പരീക്ഷകൾക്കുള്ള മലയാളം ക്ലാസ്സസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പദശുദ്ധി വാക്യശുദ്ധിയുടെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ചാനലിലും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിഭാഷയാണ്. പരിഭാഷ ഭാഗം 4 ആണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ പരിഭാഷ 1, 2, 3 ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ മലയാളം ക്ലാസ്സസ് തുടർച്ചയായി കാണാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം ക്ലാസ്സസ് കാണാം. മലയാളം ക്ലാസ്സസിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മലയാളം ക്ലാസ്സസും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, പേപ്പറും പെന്നും എടുത്തു വെക്കുക. ഞാൻ വായിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു മോക്ക് ടെസ്റ്റ് പോലെ നമുക്കിന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, വി ഈറ്റ് ഇൻ ഓർഡർ ദാറ്റ് വി മേ ലീവ്. ഓപ്ഷൻ എ, ഭക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. ഓപ്ഷൻ ബി, ജീവിക്കാൻ വേണ്ടിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. ഓപ്ഷൻ സി, ഭക്ഷിക്കുന്നതിനനുസരിച്ചാണ് നാം ജീവിക്കുന്നത്. ഓപ്ഷൻ ഡി, ഭക്ഷണക്രമം അനുസരിച്ചാണ് നാം ജീവിക്കുന്നത്. അപ്പം വി ഈറ്റ് ഇൻ ഓർഡർ ദാറ്റ് വി മേ ലീവ് എന്നതിൻ്റെ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും പരിഭാഷ വരുന്നത്? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആൻസർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓപ്ഷൻ ബി ആണ്, ജീവിക്കാൻ വേണ്ടിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. അടുത്തത് നോക്കാം. നോ ഫർദർ ആക്ഷൻ ഈസ് കോൾഡ് ഫോർ. ഈ വാക്യത്തിന്റെ പരിഭാഷ നോ ഫർദർ ആക്ഷൻ ഈസ് കോൾഡ് ഫോർ. ഓപ്ഷൻ എ, വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി, മേൽ നടപടി ആവശ്യമില്ല. ഓപ്ഷൻ സി, മറ്റൊരു പ്രവൃത്തിക്കും വിളിക്കേണ്ടതില്ല. ഓപ്ഷൻ ഡി, അനന്തര നടപടി ആവശ്യപ്പെടേണ്ടതില്ല. അപ്പൊ നോ ഫർദർ ആക്ഷൻ ഈസ് കോൾഡ് ഫോർ എന്നതിന്റെ പരിഭാഷ ഏതായിരിക്കും? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അനന്തര നടപടി ആവശ്യപ്പെടേണ്ടതില്ല. അനന്തര നടപടി ആവശ്യപ്പെടേണ്ടതില്ല. അടുത്തത് നോക്കാം. He gave up the idea of writing a novel. ഓപ്ഷൻ എ, അദ്ദേഹം ഒരു നോവൽ എഴുതാനുള്ള ആശയം കണ്ടെത്തി. ഓപ്ഷൻ ബി, അദ്ദേഹം ഒരു നോവൽ എഴുതാൻ ആരംഭിച്ചു. ഓപ്ഷൻ സി, നോവൽ എഴുതുക എന്ന ആശയം അദ്ദേഹം ഉപേക്ഷിച്ചു. ഓപ്ഷൻ ഡി, അദ്ദേഹം ഒരു നോവൽ എഴുതാനുള്ള ആശയം കൊടുത്തു. He gave up the idea of writing a novel. He gave up the idea of writing a novel. ഏതായിരിക്കും വരിക? നോവൽ എഴുതുക എന്ന ആശയം അദ്ദേഹം ഉപേക്ഷിച്ചു. ഇവിടെ നെഗറ്റീവ് മീനിങ് ആയിട്ടാണ് വരിക. നോവൽ എഴുതുക എന്ന ആശയം അദ്ദേഹം ഉപേക്ഷിച്ചു. അടുത്തത്, ആൽഫ്രഡ് ഡെയർഡ് മീ ടു സ്വിം അക്രോസ് ദി റിവർ. ഓപ്ഷൻ എ, നദി നീന്തിക്കടക്കാൻ ആൽഫ്രഡ് എനിക്ക് ധൈര്യം തന്നു. ഓപ്ഷൻ ബി, നദി നീന്തിക്കടക്കാൻ ആൽഫ്രഡ് എന്നെ സഹായിച്ചു. ഓപ്ഷൻ സി, നദി നീന്തിക്കടക്കുന്നതിൽ ആൽഫ്രഡ് എന്നേക്കാൾ ധൈര്യം തന്നു. ഓപ്ഷൻ ഡി, നദി നീന്തിക്കടക്കാൻ ആൽഫ്രഡ് എന്നെ വെല്ലുവിളിച്ചു. അപ്പോൾ ആൽഫ്രഡ് ഡാഡ് മീ ടു സ്വിം അക്രോസ് ദി റിവർ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏതായിരിക്കും? നദി നീന്തിക്കടക്കാൻ ആൽഫ്രഡ് എന്നെ വെല്ലുവിളിച്ചു. നദി നീന്തിക്കടക്കാൻ ആൽഫ്രഡ് എന്നെ വെല്ലുവിളിച്ചു. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത്, The dog was done for by his own master. ഓപ്ഷൻ എ, ആ നായ തൻ്റെ യജമാനന് വേണ്ടി എല്ലാം ചെയ്തു. ഓപ്ഷൻ ബി, ആ നായയ്ക്ക് വേണ്ടി അതിൻ്റെ യജമാനൻ എല്ലാം ചെയ്തു. ഓപ്ഷൻ സി, ആ നായയെ അതിൻ്റെ യജമാനൻ ഉപേക്ഷിച്ചു. ഓപ്ഷൻ ഡി, ആ നായയെ അവൻ്റെ യജമാനൻ തന്നെ കൊന്നു. The dog was done for by his own master എന്നതിൻ്റെ പരിഭാഷ ഏതാണ് വരുന്നത്? ആ നായയെ അവൻ്റെ യജമാനൻ തന്നെ കൊന്നു. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആ നായയെ അവൻ്റെ യജമാനൻ തന്നെ കൊന്നു. അടുത്തത്, ഹി ഡിസൈഡഡ് ടു ഹാവ് എ ഗോ അറ്റ് ഫിലിം മേക്കിംഗ്. ഓപ്ഷൻ എ, ചലച്ചിത്ര നിർമ്മാണ രംഗം വിട്ടുപോകാൻ അയാൾ തീരുമാനിച്ചു. ഓപ്ഷൻ ബി, ചലച്ചിത്ര നിർമ്മാണം പുനരാരംഭിക്കാൻ അയാൾ തീരുമാനിച്ചു. ഓപ്ഷൻ സി, ഒരു ചലച്ചിത്രം നിർമ്മിക്കുന്നതെങ്ങനെ എന്ന് മനസ്സിലാക്കാൻ അയാൾ തീരുമാനിച്ചു. ഓപ്ഷൻ ഡി, ചലച്ചിത്ര നിർമ്മാണത്തിൽ ഒരു കൈ നോക്കാൻ അയാൾ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഹി ഡിസൈഡഡ് ടു ഹാവ് എ ഗോ അറ്റ് ഫിലിം മേക്കിംഗ് ഏതായിരിക്കും ആൻസർ വരുന്നത്? ചലച്ചിത്ര നിർമ്മാണത്തിൽ ഒരു കൈ നോക്കാൻ അയാൾ തീരുമാനിച്ചു. ചലച്ചിത്ര നിർമ്മാണത്തിൽ ഒരു കൈ നോക്കാൻ അയാൾ തീരുമാനിച്ചു. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത്, they gave in after fierce resistance. ഓപ്ഷൻ എ, കടുത്ത ചെറുത്തുനിൽപ്പിനു ശേഷം അവർ കടന്നു കളഞ്ഞു.
ഓപ്ഷൻ ബി കടുത്ത ചെറുത്തുനിൽപ്പുണ്ടായിട്ടും അവർ മുന്നേറി. ഓപ്ഷൻ സി കടുത്ത ചെറുത്തുനിൽപ്പിനു ശേഷം അവർ കീഴടങ്ങി. ഓപ്ഷൻ ഡി കടുത്ത ചെറുത്തുനിൽപ്പിനെയും അവർ അതിജീവിച്ചു. അപ്പോൾ ദേ ഗേവ് ഇൻ ആഫ്റ്റർ ഫയർ റെസിസ്റ്റൻസ്, ഇതിന്റെ ശരിയായിട്ടുള്ള പരിഭാഷ അതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് വരുന്നത്. കടുത്ത ചെറുത്തുനിൽപ്പിനു ശേഷം അവർ കീഴടങ്ങി. ദേ ഗേവ് ഇൻ ആഫ്റ്റർ ഫയർ റെസിസ്റ്റൻസ്, കടുത്ത ചെറുത്തുനിൽപ്പിനു ശേഷം അവർ കീഴടങ്ങി. അടുത്തത് നോക്കാം. വെൻ വി റീച്ച് ദെയർ ദേ വിൽ ബി സ്ലീപ്പിംഗ്. വെൻ വി റീച്ച് ദെയർ ദേ വിൽ ബി സ്ലീപ്പിംഗ്. ഓപ്ഷൻ എ നമ്മൾ അവിടെ എത്തുമ്പോൾ അവർ ഉറങ്ങും. ഓപ്ഷൻ ബി നമ്മൾ അവിടെ എത്തുമ്പോൾ അവർ ഉറങ്ങിയേക്കുമോ. ഓപ്ഷൻ സി നമ്മൾ അവിടെ എത്തുമ്പോൾ അവർ ഉറങ്ങുമോ. ഓപ്ഷൻ ഡി നമ്മൾ അവിടെ എത്തുമ്പോൾ അവർ ഉറങ്ങുകയായിരിക്കും. ഏതാണ് വരുന്നത്? വെൻ വി റീച്ച് ദെയർ വിൽ ബി സ്ലീപ്പിംഗ്. നമ്മൾ അവിടെ എത്തുമ്പോൾ അവർ ഉറങ്ങുകയായിരിക്കും. നമ്മൾ അവിടെ എത്തുമ്പോൾ അവർ ഉറങ്ങുകയായിരിക്കും. അടുത്തത് ഫ്രൂട്ട് ഓഫ് ദി ഫോർബിഡൻ ട്രീ ഗിവൻ മോർട്ടൽ ടേസ്റ്റ്. ഓപ്ഷൻ എ വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് അമൂല്യമാണ്. ഓപ്ഷൻ ബി സ്വാദുള്ള കനികൾ വിലക്കപ്പെട്ടവയാണ്. ഓപ്ഷൻ ഡി അമൂല്യമായ കനികൾ സ്വാദുള്ളവയാണ്. ഓപ്ഷൻ ഡി വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ്. ഏതായിരിക്കും വരിക? ഫ്രൂട്ട് ഓഫ് ദ ഫോർബിഡൻ ട്രീ ഗിവൻ മോർട്ടൽ ടേസ്റ്റ്. വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ്. വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ്. അടുത്തത് നോക്കാം. ഐ ഹാവ് ബീൻ ഹാവിംഗ് ഫീവർ ഫോർ ദ ലാസ്റ്റ് 2 days. ഓപ്ഷൻ എ എനിക്ക് കഴിഞ്ഞ 2 ദിവസമായി പനിയാണ്. ഇവിടെ 2 എന്നാണ് കേട്ടോ വരിക. 2 ദിവസമായി പനിയാണ്. അടുത്തത് എനിക്ക് പനി തുടങ്ങിയാൽ 2 ദിവസം നീണ്ടു നിൽക്കും. 2 ദിവസം നീണ്ടു നിൽക്കും. അടുത്തത് എനിക്ക് 2 ദിവസം കൂടി പനി തുടരും. 2 ദിവസം കൂടി പനി തുടരും. അടുത്തത് ഞാൻ പനി മൂലം 2 ദിവസം കിടന്നു. പനി മൂലം 2 ദിവസം കിടന്നു. അപ്പോൾ നോക്കാം. ഐ ഹാവ് ബീൻ ഹാവിംഗ് ഫീവർ ഫോർ ദി ലാസ്റ്റ് 2 days. ഏതായിരിക്കും വരുന്നത്? എനിക്ക് കഴിഞ്ഞ 2 ദിവസമായി പനിയാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ 2 ദിവസമായി പനിയാണ്. ഐ ഹാവ് ബീൻ ഹാവിംഗ് ഫീവർ ഫോർ ദി ലാസ്റ്റ് 2 days. അടുത്തത് നോക്കാം. ഐ ഗോട്ട് എ മെസ്സേജ് ഫ്രം ആൻ ഏലിയൻ ഫ്രണ്ട്. ഓപ്ഷൻ എ വിദേശ സുഹൃത്ത് എനിക്കൊരു സന്ദേശം തന്നു. ഓപ്ഷൻ ബി എനിക്ക് വിദേശ സുഹൃത്തിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു. ഓപ്ഷൻ സി എനിക്ക് കിട്ടിയ സന്ദേശം വിദേശ സുഹൃത്തിൻ്റെതായിരുന്നു. ഓപ്ഷൻ ഡി വിദേശ സുഹൃത്തിൻ്റെ ഒരു സന്ദേശമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഐ ഗോട്ട് എ മെസ്സേജ് ഫ്രം ആൻ ഏലിയൻ ഫ്രണ്ട്. ഐ ഗോട്ട് എ മെസ്സേജ് ഫ്രം ആൻ ഏലിയൻ ഫ്രണ്ട്. ഐ ഗോട്ട്. അപ്പോൾ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. എനിക്ക് വിദേശ സുഹൃത്തിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു. ഐ ഗോട്ട് എ മെസ്സേജ്. എനിക്ക് വിദേശ സുഹൃത്തിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു. അടുത്തത് ദ ഡ്രൈവർ വാസ് കാൾഡ് ടു അക്കൗണ്ട് ഫോർ ദി ആക്സിഡന്റ്. ഓപ്ഷൻ എ അപകടത്തെക്കുറിച്ച് വിളിച്ചു പറയാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഓപ്ഷൻ ബി അപകട വിവരം ഡ്രൈവറോട് വിളിച്ചു പറഞ്ഞു. ഓപ്ഷൻ സി അപകടത്തെക്കുറിച്ച് വിശദീകരണം നൽകുവാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഓപ്ഷൻ ഡി അപകടത്തിന്റെ കണക്ക് കൊടുക്കുവാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ദ ഡ്രൈവർ വാസ് കോൾഡ് ടു അക്കൗണ്ട് ഫോർ ദി ആക്സിഡന്റ്. എന്താ വരുന്നത്? അപകടത്തെക്കുറിച്ച് വിശദീകരണം നൽകുവാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ദ ഡ്രൈവർ വാസ് കോൾഡ് ടു അക്കൗണ്ട് ഫോർ ദി ആക്സിഡന്റ്. അപകടത്തെക്കുറിച്ച് വിശദീകരണം നൽകുവാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. അടുത്തത് The leader was able to line up his party members. ഓപ്ഷൻ എ നേതാവിന് പാർട്ടി അംഗങ്ങളെ വരിവരിയായി നിർത്തുവാൻ കഴിഞ്ഞു. ഓപ്ഷൻ ബി തൻ്റെ പാർട്ടിയിലെ അംഗങ്ങളെ ഒറ്റക്കെട്ടായി നിർത്താൻ നേതാവിന് കഴിഞ്ഞു. ഓപ്ഷൻ സി തൻ്റെ പാർട്ടി അംഗങ്ങൾക്ക് ഉചിതമായ സ്ഥാനം നൽകുവാൻ നേതാവിന് കഴിഞ്ഞു. ഓപ്ഷൻ ഡി പാർട്ടി അംഗങ്ങളെ മുഴുവൻ നേതാവ് വഞ്ചിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ദ ലീഡർ വാസ് ഏബിൾ ടു ലൈൻ അപ്പ് ഹിസ് പാർട്ടി മെമ്പേഴ്സ്. ഏതാണ് ശരിയായിട്ടുള്ള പരിഭാഷ വരുന്നത്? തൻ്റെ പാർട്ടിയിലെ അംഗങ്ങളെ ഒറ്റക്കെട്ടായി നിർത്താൻ നേതാവിന് കഴിഞ്ഞു. തൻ്റെ പാർട്ടിയിലെ അംഗങ്ങളെ ഒറ്റക്കെട്ടായി നിർത്താൻ നേതാവിന് കഴിഞ്ഞു. അടുത്തത് നോക്കാം. എ ചൈൽഡ് മീൻസ് ഓൾ ദ വേർഡ് ടു ഇറ്റ്സ് മദർ. ഓപ്ഷൻ എ ലോകത്തിലുള്ളവരെല്ലാം അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞുങ്ങളാണ്. ഓപ്ഷൻ ബി കുഞ്ഞുങ്ങൾക്ക് ലോകമാണ് മാതാവ്. ഓപ്ഷൻ സി കുഞ്ഞുങ്ങൾക്ക് മാതാവാണ് ലോകം. ഓപ്ഷൻ ഡി അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എല്ലാറ്റിലും വിലപ്പെട്ടതാണ്. അപ്പോൾ എ ചൈൽഡ് മീൻസ് ഓൾ ദ വേൾഡ് ടു ഇറ്റ്സ് മദർ എന്നതിൻ്റെ പരിഭാഷ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എല്ലാറ്റിലും വിലപ്പെട്ടതാണ്. അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എല്ലാറ്റിലും വിലപ്പെട്ടതാണ്. അടുത്ത നോക്കാം.
envy is the sorrow of fools എന്നതിന്റെ മലയാള തർജ്ജമ. ഓപ്ഷൻ എ അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. ഓപ്ഷൻ ബി വിഡ്ഢികൾക്ക് അസൂയ മൂലം ദുഃഖിക്കേണ്ടി വരും. ഓപ്ഷൻ സി അസൂയ പെരുത്തവർ വിഡ്ഢികളാണ്. ഓപ്ഷൻ ഡി അസൂയയാണ് വിഡ്ഢിയെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. ഇവിടെ വിഡ്ഢി എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ, നോട്ട് ചെയ്ത് വെക്കുക. പദശുദ്ധിയിൽ നമുക്ക് വരാറുണ്ട് വിഡ്ഢി. ഓക്കെ, അപ്പോൾ envy is the sorrow of fools എന്നതിൻ്റെ മലയാള തർജ്ജമ ഏതാണ്? അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. അടുത്തത്, കെയർഫുള്ളി ഗോ ഓവർ ദ ഡോക്യുമെന്റ് ബിഫോർ യു സൈൻ ഇറ്റ് എന്നതിൻ്റെ മലയാള പരിഭാഷ. ഓപ്ഷൻ എ ഒപ്പുവയ്ക്കുന്ന രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് രേഖ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. ഒപ്പുവയ്ക്കുന്ന രേഖകൾ ശ്രദ്ധയോടെ പരിശോധിക്കുക. ഓപ്ഷൻ ഡി ശ്രദ്ധയോടെ പരിശോധിച്ചിട്ടേ ഒപ്പുവയ്ക്കാവൂ. കെയർഫുള്ളി ഗോ ഓവർ ദ ഡോക്യുമെന്റ് ബിഫോർ യു സൈൻ ഇറ്റ്. സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഡോക്യുമെന്റ്സ് ഒക്കെ ശ്രദ്ധാപൂർവം പരിശോധിക്കണം. ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് രേഖ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്തത്, പ്ലേ വിത്ത് ഫയർ എന്നതിൻ്റെ മലയാള തർജ്ജമ. പ്ലേ വിത്ത് ഫയർ തീക്കൊള്ളി കൊണ്ട് രസിക്കുക. തീ കൊണ്ട് രസിക്കുക, തീയിലേക്ക് ചാടുക, തീ കൊണ്ട് കളിക്കുക. പ്ലേ വിത്ത് ഫയർ എന്നതിൻ്റെ മലയാള തർജ്ജമ വരുന്നത് തീ കൊണ്ട് കളിക്കുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്ലേ വിത്ത് ഫയർ തീ കൊണ്ട് കളിക്കുക. അടുത്തത്, എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്. ഓപ്ഷൻ എ കാട്ടിലുള്ള 2 കിളികൾ സമീപത്തുള്ള ഒരു കിളിയേക്കാൾ നല്ലതാണ്. ഓപ്ഷൻ ബി കാട്ടിലുള്ള 2 കിളികളേക്കാൾ ഗുണകരം കയ്യിൽ വന്നു ചേർന്ന ഒരു കിളിയാണ്. ഓപ്ഷൻ സി കാട്ടിൽ 2 കിളികളും കയ്യിൽ 1 കിളിയുമുണ്ട്. ഓപ്ഷൻ ഡി കാട്ടിൽ 2 കിളികൾ ഉള്ളപ്പോൾ കയ്യിൽ വന്നത് 1 കിളി മാത്രം. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ് ഏതാണ്? കാട്ടിലുള്ള 2 കിളികളേക്കാൾ ഗുണകരം കയ്യിൽ വന്നു ചേർന്ന ഒരു കിളിയാണ്. കാട്ടിലുള്ള 2 കിളികളേക്കാൾ ഗുണകരം കയ്യിൽ വന്നു ചേർന്ന ഒരു കിളിയാണ്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. അടുത്തത്, ദേ മർഡേർഡ് ഹിം ഇൻ കോൾഡ് ബ്ലഡ്. ഓപ്ഷൻ എ അവർ അവനെ ക്രൂരമായി കൊല ചെയ്തു. ഓപ്ഷൻ ബി അവൻ്റെ കൊലപാതകം വളരെ ക്രൂരമായി പോയി. ഓപ്ഷൻ സി മരണശേഷം അവൻ്റെ രക്തം തണുത്തുറഞ്ഞു പോയി. ഓപ്ഷൻ ഡി രക്തം തണുപ്പിച്ച് അവനെ ക്രൂരമായി കൊന്നു. ദേ മർഡേർഡ് ഹിം ഇൻ കോൾഡ് ബ്ലഡ് എന്താണ്? അവർ അവനെ ക്രൂരമായി കൊല ചെയ്തു. ഇതാണ് അർത്ഥം വരുന്നത്. ക്രൂരമായി കൊല ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. കോൾഡ് ബ്ലഡ് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ തണുത്തുറഞ്ഞു പോയി അല്ലെങ്കിൽ തണുപ്പിച്ച് എന്നെല്ലാം ചിലപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കുക. അങ്ങനെയല്ല വരുന്നത്. അവർ അവനെ ക്രൂരമായി കൊല ചെയ്തു. ദേ മർഡേർഡ് ഹിം ഇൻ കോൾഡ് ബ്ലഡ് എന്ന് വെച്ചാൽ അവർ അവനെ ക്രൂരമായി കൊല ചെയ്തു. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത്, there is little water in that well. there is little water in that well. കുറച്ചു വെള്ളമേ ആ കിണറ്റിലുള്ളൂ. ആ കിണറ്റിൽ വെള്ളം കുറവാണ്. ആ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല. ആ കിണറ്റിൽ വെള്ളം കുറഞ്ഞു വരുന്നു. ഇവിടെ നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. there is little water എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മീനിങ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ്. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. നെഗറ്റീവ് മീനിങ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് there is little water in that well എന്ന് വെച്ചാൽ ആ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല. ആ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല എന്നാണ് വരുന്നത്. there is little water in that well. ആ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല. അതുപോലെ ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അടുത്തത്, when I saw him he was sleeping. ഞാൻ അവനെ ഉറക്കത്തിൽ കണ്ടു. ഞാൻ കാണുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. ഞാൻ അവനെ കണ്ടതും അവൻ ഉറങ്ങിപ്പോയി. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. when I saw him he was sleeping ഏതാ വരുന്നത്? ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത്, ഹിസ്റ്ററി ഈസ് ദി എസെൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രഫീസ്. ഹിസ്റ്ററി ഈസ് ദി എസെൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രഫീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടവർക്ക് വേഗം മനസ്സിലായിട്ടുണ്ടാകും. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. ഓപ്ഷൻ ബി അനേകം ജീവചരിത്രങ്ങളുടെ സംയോഗമാണ് ചരിത്രം. ഓപ്ഷൻ സി അനേകം ജീവചരിത്രങ്ങളുടെ സമാഹാരമാണ് ചരിത്രം. അനേകം ആത്മകഥകളുടെ സമാഹാരമാണ് ചരിത്രം. ഹിസ്റ്ററി ഈസ് ദി എസെൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രഫീസ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. ഹിസ്റ്ററി ഈസ് ദി എസെൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രഫീസ് അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. അടുത്തത്, ലെറ്റ് മീ ഗോ ടു ഡിന്നർ. എന്നെ വിരുന്നിന് പോകാൻ സമ്മതിക്കുക.
എന്നെ വിരുന്നുണ്ണാൻ അനുവദിക്കുക, എന്നെ വിരുന്നിന് പോകാൻ അനുവദിക്കുക, എനിക്ക് വിരുന്നിന് പോകണം. ലെറ്റ് മീ ഗോ ടു ഡിന്നർ. ഏതാണ് വരുന്നത്? എന്നെ വിരുന്നിന് പോവാൻ അനുവദിക്കുക. ഓപ്ഷൻ സി ആണ് വരുന്നത്, എന്നെ വിരുന്നിന് പോകാൻ അനുവദിക്കുക. അടുത്ത നോക്കാം. റീഡിംഗ് റീഫോംസ് കൾച്ചർ എന്നത് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുന്നത് എങ്ങനെ? റീഡിംഗ് റീഫോംസ് കൾച്ചർ എന്നത് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്താൽ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സംസ്കാരത്തിന്റെ പരിഷ്കാരം വായനയിലൂടെ. സംസ്കാരം വായനയെ പരിഷ്കരിക്കുന്നു, വായന സംസ്കാരത്തെ മാറ്റി തീർക്കുന്നു, പരിഷ്കാരം കൈവരുന്നത് വായനയിലൂടെ. ഏതാ ആൻസർ വരുന്നത്? സംസ്കാരത്തിന്റെ പരിഷ്കാരം വായനയിലൂടെ. റീഡിംഗ് റീഫോംസ് കൾച്ചർ, സംസ്കാരത്തിന്റെ പരിഷ്കാരം വായനയിലൂടെ. അടുത്തത് നോക്കാം. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നത് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുന്നത് എങ്ങനെ? ഓപ്ഷൻ എ, സ്വർഗരാജ്യത്തുള്ള ദൈവത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഓപ്ഷൻ ബി, ദൈവത്തിന്റെ രാജ്യം നിങ്ങൾക്കുള്ളതാണ്. സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലില്ല ഉള്ളത്, സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമ ഏതാണ്? സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു. അടുത്തത്, ഫോർഗെറ്റ്ഫുൾനെസ് ഈസ് സംടൈംസ് എ ബ്ലെസ്സിങ് എന്ന വാക്യം തർജ്ജമ ചെയ്യുന്നത് എങ്ങനെ? മറവി എല്ലായ്പ്പോഴും അനുഗ്രഹം തന്നെ, മറക്കുന്നത് അത്ര നല്ല അനുഗ്രഹമല്ല. മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്, മറവി എത്ര നല്ല ഒരു അനുഗ്രഹമാണ്. ഫോർഗെറ്റ്ഫുൾനെസ് ഇഫ് സംടൈംസ് എ ബ്ലെസ്സിങ് എന്ന വാക്യം തർജ്ജമ ചെയ്യുന്നത് എങ്ങനെ? മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്, മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്. അടുത്ത നോക്കാം. ദ വേൾഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഈസ് സ്ട്രേഞ്ച് എന്ന വാക്യത്തിന്റെ മലയാള പരിഭാഷ ഏതുവിധം? ഓപ്ഷൻ എ, മനുഷ്യബന്ധങ്ങളുടെ ലോകം വിചിത്രമാണ്. ഓപ്ഷൻ ബി, അത്ര വിചിത്രമാണോ മനുഷ്യബന്ധങ്ങളുടെ ലോകം? ഓപ്ഷൻ സി, മനുഷ്യബന്ധം കൊണ്ടാണ് ലോകം വിചിത്രമാകുന്നത്. ഓപ്ഷൻ ഡി, എന്തുമാത്രം വിചിത്രമാണ് മനുഷ്യബന്ധങ്ങളുടെ ലോകം? നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ തീർച്ചയായും പ്രാക്ടീസ് ചെയ്ത് നോക്കുക തന്നെ വേണം. കാരണം നിങ്ങൾക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ക്വസ്റ്റ്യൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. അതേപോലെ ഓപ്ഷനൊക്കെ നന്നായിട്ട് വായിക്കുക, അതിനുശേഷം മാത്രം ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ദ വേർഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഈസ് സ്ട്രേഞ്ച് എന്ന വാക്യത്തിന്റെ മലയാള പരിഭാഷ ഏതാണ്? മനുഷ്യബന്ധങ്ങളുടെ ലോകം വിചിത്രമാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത്, ഓൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോർ ഓൾ എന്നത് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുന്നത് എങ്ങനെ? ഓപ്ഷൻ എ, എല്ലാവരും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. മനുഷ്യർക്കു വേണ്ടിയുള്ളതാണ് അവകാശങ്ങൾ, എല്ലാ അവകാശങ്ങളും മനുഷ്യരുണ്ടാക്കുന്നു, എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും. അപ്പോൾ ഓൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോർ ഓൾ എന്നത് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും, എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും, ഓൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോർ ഓൾ. അടുത്തത്, വൺ ഡേ ദ കിങ് ഹേർഡ് അബൌട്ട് ഹിം ശരിയായ തർജ്ജമ ഏത്? ഒരു ദിവസം രാജാവ് അയാൾ പറയുന്നത് കേട്ടു. ഒരു ദിവസം അയാൾ രാജാവ് പറയുന്നത് കേട്ടു. അയാൾ പറയുന്നത് രാജാവ് കേട്ടുകൊണ്ടിരുന്നു. ഓപ്ഷൻ ഡി, ഒരു ദിവസം രാജാവ് അയാളെ പറ്റി കേട്ടു. വൺ ഡേ ദ കിങ് ഹേർഡ് അബൌട്ട് ഹിം എന്നത് ശരിയായ തർജ്ജമ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഒരു ദിവസം രാജാവ് അയാളെ പറ്റി കേട്ടു. വൺ ഡേ ദ കിങ് ഹേർഡ് അബൌട്ട് ഹിം, ഒരു ദിവസം രാജാവ് അയാളെ പറ്റി കേട്ടു. അടുത്തത്, ജീനിയസ് ഈസ് 99% പെർസ്പിറേഷൻ ആൻഡ് 1% ഇൻസ്പിറേഷൻ. ഓപ്ഷൻ എ, പ്രതിഭ എന്നത് 99% കഠിനാധ്വാനവും 1% പ്രചോദനവും. പ്രതിഭ എന്നത് 99% പ്രചോദനവും 1% കഠിനാധ്വാനവുമാണ്. ഓപ്ഷൻ സി, പ്രതിഭ എന്നത് 99% ആവേശവും 1% പ്രചോദനവുമാണ്. ഓപ്ഷൻ ഡി, പ്രതിഭ എന്നത് 99% ഇച്ഛാശക്തിയും 1% കഠിനാധ്വാനവുമാണ്. അപ്പോൾ ജീനിയസ് ഈസ് 99% പെർസ്പിറേഷൻ ആൻഡ് 1% ഇൻസ്പിറേഷൻ എന്നതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമ ഏതാണ് വരുന്നത്? പ്രതിഭ എന്നത് 99% കഠിനാധ്വാനവും 1% പ്രചോദനവും. അടുത്തത്, ഹി ഹാഡ് എ ഹാർട്ട് ഓഫ് റോക്ക് ഈ വാക്യത്തിന്റെ ഉചിതമായ തർജ്ജമ. അവൻ പാറയുടെ ഹൃദയമുള്ളവനായിരുന്നു, അവൻ ഹൃദയ ശക്തിയുള്ളവനായിരുന്നു, അവൻ കഠിന ഹൃദയനായിരുന്നു, അവൻ ഹൃദ്രോഗിയായിരുന്നു. ഹി ഹാഡ് എ ഹാർട്ട് ഓഫ് റോക്ക് ഈ വാക്യത്തിന്റെ ഉചിതമായ തർജ്ജമ എന്താണ് വരുന്നത്? അവൻ കഠിന ഹൃദയനായിരുന്നു. ഓപ്ഷൻ സി ആണ് വരുന്നത്, അവൻ കഠിന ഹൃദയനായിരുന്നു. അടുത്തത്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും കിട്ടിക്കാണും. ഓപ്ഷൻ എ, റിലീജിയൻ ഈസ് ദ ബ്ലാക്ക് ഓഫ് പീപ്പിൾ.
ഓപ്ഷൻ ബി റിലീജിയൻ ഈസ് ദ ഫോഴ്സ് ഓഫ് പീപ്പിൾ. ഓപ്ഷൻ സി റിലീജിയൻ ഈസ് ദ ഡെവിൾ ഓഫ് പീപ്പിൾ. ഓപ്ഷൻ ഡി റിലീജിയൻ ഈസ് ദ ഓപ്പിയം ഓഫ് പീപ്പിൾ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഇതിന്റെ ശരിയായിട്ടുള്ള തർജ്ജമ ഏതാണ് വരുന്നത്? റിലീജിയൻ ഈസ് ദി ഓപ്പിയം ഓഫ് പീപ്പിൾ. റിലീജിയൻ ഈസ് ദ ഓപ്പിയം ഓഫ് പീപ്പിൾ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അടുത്തത് കാഷ്വൽ ലീവ് എന്ന പദത്തിന്റെ മലയാളം എന്ത്? കാഷ്വൽ ലീവ് ആർജിത അവധി, ആകസ്മിക അവധി, അനാവശ്യ അവധി, അല്പദിവസ അവധി. കാഷ്വൽ ലീവ് എന്ന പദത്തിന്റെ മലയാളം ഏതാണ് വരുന്നത്? ആകസ്മിക അവധി. ആകസ്മിക അവധിയാണ് കാഷ്വൽ ലീവ്. അതുപോലെ കമ്മ്യൂട്ടഡ് ലീവ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കമ്മ്യൂട്ടഡ് ലീവ്? പരിവർത്തിതാവധി. കമ്മ്യൂട്ടഡ് ലീവ് പരിവർത്തിതാവധി, കാഷ്വൽ ലീവ് ആകസ്മിക അവധി. അടുത്തത് ഞാൻ സഹായിക്കും എന്ന വാക്യത്തിന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? ഐ വാസ് അസിസ്റ്റഡ്, ഐ അസിസ്റ്റ്, ഐ വിൽ അസിസ്റ്റ്, ഐ ആം അസിസ്റ്റഡ്. ഞാൻ സഹായിക്കും, ഞാൻ സഹായിക്കും എന്നത് എന്താ വരിക? വില്ലല്ലേ വരിക. ഞാൻ സഹായിക്കും എന്ന് പറയുമ്പോൾ വില്ലാണ് വരുന്നത്. ഐ വിൽ അസിസ്റ്റ്, ഞാൻ സഹായിക്കും, ഐ വിൽ അസിസ്റ്റ്. അടുത്തത് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ്? ഓപ്ഷൻ എ വെളുത്തതെല്ലാം പാലല്ല. ഓപ്ഷൻ ബി കുരുന്നിലെ നുള്ളുക. ഓപ്ഷൻ സി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഓപ്ഷൻ ഡി നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശൈലിയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. അടുത്തത് ഇൻ അക്കോർഡൻസ് വിത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാത് സമയത്ത് അതാണ് ആവശ്യം, അതനുസരിച്ച്, അതിനു പുറമെ. ഏതാണ്? ഇൻ അക്കോർഡൻസ് വിത്ത്, അതനുസരിച്ച്. ഇൻ അക്കോർഡൻസ് വിത്ത്, അതനുസരിച്ച്. അടുത്തത് കമ്പാഷൻ എന്ന പദത്തിന്റെ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. ആത്മാർത്ഥത, അനുകമ്പ, പരിശ്രമം, ചുമതല. കമ്പാഷൻ എന്ന പദത്തിന്റെ മലയാള പരിഭാഷ ഏതാണ് വരുന്നത്? അനുകമ്പ. അനുകമ്പയാണ് കമ്പാഷൻ. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. പരിഭാഷ എന്ത്? വിതച്ചത് കൊയ്യും, ഗുണം വിത്തിലറിയാം, വിത്ത് ഗുണം 10 ഗുണം, വിതയ്ക്കുന്നവനുണ്ടോ കൊതിക്കുന്നു. ഏതാണ്? ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്നതിന്റെ പരിഭാഷ ഏതാണ് വരുന്നത്? വിത്ത് ഗുണം 10 ഗുണം. ഓപ്ഷൻ സി ആണ് വരുന്നത്, വിത്ത് ഗുണം 10 ഗുണം. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഏത്? ബ്ലൂ ബ്ലഡ് ഉന്നത കുലജാതൻ, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം, പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതികൂല വാദങ്ങൾ, എ റെഡ് ലെറ്റർ ഡേ അവസാന ദിവസം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2 മാത്രം ശരി, ഓപ്ഷൻ ബി 4 മാത്രം ശരി, ഓപ്ഷൻ സി 1 മാത്രം ശരി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. അതിനർത്ഥം എന്താ? ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ശരിയായിട്ടുള്ള തർജ്ജമയാണ്. അടുത്തത് താഴെ കൊടുത്തവയിൽ നിന്നും അപ്രൂവ്ഡ് ആസ് പ്രൊപ്പോസ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. അപ്രൂവ്ഡ് ആസ് പ്രൊപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ. നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു, നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു, അംഗീകരിച്ചതുപോലെ നിർദ്ദേശിച്ചു, അംഗീകരിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്രൂവ്ഡ് ആസ് പ്രൊപ്പോസ്ഡ് എന്നതിന് യോജിച്ച പരിഭാഷ ഏതാണ് വരുന്നത്? നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു. ഓപ്ഷൻ ബി ആണ് വരുന്നത്, നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു. അടുത്തത് ശരിയായ മലയാള തർജ്ജമ ഏതാണ്? ഫ്ലൈ ഓൺ ദ വാൾ നേരത്തെ ഉണരുന്ന ആൾ, ഔട്ട് ഓഫ് ദ വുഡ്സ് അതീവ സന്തോഷം, ഡൗൺ ടു എർത്ത് ഗൗരവ സ്വഭാവം, വൺസ് ഇൻ എ ബ്ലൂ മൂൺ വിരളമായി. ഇവിടെ ശരിയായ തർജ്ജമയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ വിരളമായി. ഓപ്ഷൻ ഡി മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള തർജ്ജമ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അടുത്തത് ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിന്റെ മലയാള രൂപം ഏത്? അനൗദ്യോഗിക കത്ത്, ഔദ്യോഗിക കത്ത്, അർദ്ധ ഔദ്യോഗിക കത്ത്, ഔദ്യോഗിക നടപടി കത്ത്. അപ്പോൾ ഡെമി ഒഫീഷ്യൽ ലെറ്റർ, ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിന് യോജിച്ച മലയാള രൂപം അർദ്ധ ഔദ്യോഗിക കത്ത്. ഡെമി ഒഫീഷ്യൽ ലെറ്റർ, അർദ്ധ ഔദ്യോഗിക കത്ത്. അടുത്തത് ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലെഷ് ഈസ് വീക്ക് എന്നതിന് ശരിയായ മലയാള അർത്ഥം എന്ത്? ക്ഷീണിതമായ ശരീരത്തിൽ നിന്നും ദുർബലമായ ചിന്തകളെ ഉണ്ടാകൂ. ക്ഷീണിതമായ ശരീരം ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നു. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. ദുർബലമായ ശരീരമായതിനാൽ മനസ്സും ദുർബലമാകുന്നു. അപ്പൊ ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലെഷ് ഈസ് വീക്ക് എന്നതിന് ശരിയായ മലയാള പരിഭാഷ ഏതാ വരുന്നത്? മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. അടുത്തത് നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ആൻ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം.
നമ്മുടെ ഭാഗത്തു നിന്ന് എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് പ്രവൃത്തി എടുക്കുവാൻ വിളിച്ചതായി കാണുന്നില്ല. നമ്മൾ ആവശ്യപ്പെട്ടതിന് ഒരു പ്രതികരണവും ഉണ്ടായതായി കാണുന്നില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ആൻ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം ഏതാണ്? നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. അടുത്തത് ഫാഷൻ മോങ്ങർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ. ഫാഷൻ മോങ്ങർ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 1 അഴകിയ രാവണൻ, 2 ജ്വാലാമുഖി, 3 സുന്ദര പുരുഷൻ, 4 വെനീസിലെ വ്യാപാരി. ഓപ്ഷൻ എ 1 മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരിയാണ്. ഫാഷൻ മോങ്ങർ എന്ന പദത്തിന് ഉചിതമായ തർജ്ജമ ഏതാ വരുന്നത്? ഫാഷൻ മോങ്ങർ, അഴകിയ രാവണനാണ് ഫാഷൻ മോങ്ങർ. അപ്പോൾ 1 മാത്രം ശരി ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് 1 മാത്രം ശരി. അടുത്തത് ആളേറിയാൽ പാമ്പ് ചാകില്ല എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പ്രയോഗം ഏത്? ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. ഓപ്ഷൻ ബി സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓപ്ഷൻ സി യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫാൾ. അടുത്ത ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്. ആളേറിയാൽ പാമ്പ് ചാകില്ല എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പ്രയോഗം ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്. അപ്പം നമുക്ക് പരിഭാഷകൾ, അതായത് നമുക്ക് 2 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഒന്ന്, മലയാളം വാക്യം തന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് സെൻറ്റൻസ് ചോദിച്ചിട്ട് അതിൻ്റെ മലയാള പരിഭാഷ ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ എക്സാക്റ്റ് മീനിങ് കണ്ടെത്താനായിട്ട് ചോദിക്കും. അതുപോലെ ശൈലികളായും പഴഞ്ചൊല്ലുകളായും ചോദിക്കാറുണ്ട്. ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ശൈലി ഏതെന്ന് കണ്ടെത്തുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിഞ്ഞു വെക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കും. അപ്പോൾ മലയാളം ക്ലാസ്സസ് തുടർച്ചയായി ലഭിക്കാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.